ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. സുഗ്രീവനെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുമെന്ന് രാമൻ ഉറപ്പ് കൊടുക്കുകയാണ്. സുഗ്രീവൻ വീണ്ടും ജ്യേഷ്ഠനായ ബാലിയെ വെല്ലുവിളിക്കാനായി പുറപ്പെട്ടു. ബാലിയുടെ ഭാര്യ താര ബാലിക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ആരോ ശക്തനായ ഒരു സുഹൃത്ത് സുഗ്രീവന് ഉണ്ട്, അല്ലെങ്കിൽ വീണ്ടും യുദ്ധത്തിനായി വരാനുള്ള ധൈര്യം സുഗ്രീവൻ ഉണ്ടാകില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് അയോധ്യയിലെ രാജകുമാരനായ രാമൻ തന്നെയാണ്. പക്ഷേ ബാലി പറഞ്ഞു, രാമൻ അങ്ങനെ ചെയ്യില്ല. രാമന് എന്നെ അറിയാം. വേണമെങ്കിൽ സഹായം വല്ലതും വേണമെങ്കിൽ എന്നെയാണല്ലോ രാമൻ ആദ്യം കാണുക. അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. എന്നെ അവൻ വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഞാൻ യുദ്ധത്തിനായി പോവുമെന്ന് പറഞ്ഞുകൊണ്ട് ബാലി സുഗ്രീവനോട് ഏറ്റുമുട്ടാൻ പോവുകയാണ്. പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലുനില്ലെന്നണഞ്ഞോരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ രുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽകൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചുമങ്ങൂറ്റത്തിൽ വീണും പിരണ്ടു മുരുണ്ടു മുൾച്ചീറ്റം കലർന്നു നഖം കൊണ്ടുമാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും ഊടെ വിയർക്കയും നാടികൾ ചീർക്കയും മുഷ്ടിയുദ്ധപ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാസ്തി സ്തുതിക്കയും ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലകാലൻ താനുമുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനു വാദൃഢം. രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ, രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാർത്തു കൊണ്ടാടി പുകഴ്ത്തിയും കണ്ടീല വാട്ടമൊരുത്തനുമേതുമേ. അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കുമുണ്ടച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്കതനയനു വിഗ്രഹം. സാദവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടി പ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥ നന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷണ്ഡം മറഞ്ഞാശു മാഹേന്ദ്രമാമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമാറയച്ചരുളിയിടിനാൻ. ചെന്നതു ബാലിതന്മാരിൽ തറച്ചളവൊന്നങ്ങലറി വീണിടിനാൻ ബാലിയും ഭൂമിയുമൊന്നു വിറച്ചിതന്നേരത്ത് രാമനെ കൂപ്പി സ്തുതിച്ചു മരുൾസുതൻ. മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും. കാണായിതഗ്രേ രഘൂത്തമനെത്തതാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യപാണിയിൽ ചാപവും ചീരവസനവും തൂണീരവും മൃദുസ്മേരമദനവും ചാരുജടാമകുടം പൂണ്ടിടം പെട്ട മാറിടത്തിങ്കൽ വനമാലയും പൂണ്ടു ചാർവായതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാദളച്ഛവി പൂണ്ട ശരീരവും പക്ഷഭാഗെ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ജസാ കണ്ടു ഗർഹിച്ചു പറഞ്ഞിതു ബാലിയുമുണ്ടായ കോപഖേദാകുല ചേതസാ. ബാലിയെ കൊന്നത് തെറ്റായിപ്പോയില്ലേ എന്ന് പലരും ഇക്കാലത്തുകൂടി രാമനെതിരെ ആക്ഷേപം ഉന്നയിച്ചു വരാറുണ്ട്. എന്നാൽ ഈ ചോദ്യം ബാലിയെ കൊണ്ട് തന്നെ കവി ചോദിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചു വരേണ്ട കാര്യമില്ല.
എന്നെ അമ്പെയ്യാൻ എന്ത് കാരണമാണ് അങ്ങേക്കുള്ളത് എന്ന് ബാലി രാമനോട് നേരിട്ട് ചോദിക്കുകയാണ് രാമായണത്തിൽ തന്നെ. എന്തു ഞാനൊന്നു നിന്നോട് പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചിരിതുകൊണ്ടു ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്ക വേണം എന്തോന്നു സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും രക്ഷോവരൻ തവ പത്നിയെ കട്ടതിനർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലേ ആരറിയാത്തതു മൂന്ന് ലോകത്തിങ്കലും വീരനാമെന്നുടെ ബാഹുപരാക്രമം. ബാലിക്കുള്ള പ്രധാനപ്പെട്ട ഒരു ന്യൂനത ഈ അഹങ്കാരം തന്നെയാണ്. ബാലി രാമനോട് ചോദിക്കുകയാണ്, ഈ മൂന്ന് ലോകത്തിലും എന്നെ അറിയാത്തതായിട്ട് ആരാണുള്ളത്? അത് അഹങ്കാരമല്ലെങ്കിൽ മറ്റെന്താണ്? ലങ്കാപുരത്തെ ത്രികൂടാചലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നന്തികേ വെച്ചു തൊഴുതേനുമാതരാൽ ധർമ്മിഷ്ഠനെന്നു ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ ധർമ്മമെന്തോന്നു ലഭിച്ചിതുകൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറക നീ. ബാലി തന്നെ ചോദിക്കുകയാണ്, എന്നെ ഇങ്ങനെ പ്രാകൃതനെ പോലെ കൊന്നതുകൊണ്ട് എന്ത് നേട്ടമാണ് അങ്ങേക്കുണ്ടായിരിക്കുന്നത് രാമ? ഇതിൽ പരം എന്ത് വിമർശനമാണ് ആവശ്യമായിട്ടുള്ളത്? വാനരമാംസമഭക്ഷ്യമത്രേ ബദ മാനസേ തോന്നിയതെന്തിതു ഭൂപതേ ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായി അരുൾ ചെയ്തു രഘുനാഥൻ. അതിനുള്ള മറുപടി നിങ്ങൾ കേൾക്കാം. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമത്സരം നടക്കുന്നിതു നീളെ ഞാൻ പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതുമറിയാഞ്ഞതുമെടോ പുത്രീ ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമെന്നില്ലല്ലോ വേദവാക്യമതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചുമേറ്റം മഹാപാപി താപം അവർക്കതിനാലെ വരുമല്ലോ. ഇത് തന്നെയാണ് ബാലിയുടെ തെറ്റ്. സുഗ്രീവന്റെ പത്നിയെ ബാലി ഒരിക്കലും പ്രാപിക്കാൻ പാടില്ലായിരുന്നു. ആ ഒരു വലിയ തെറ്റ് ബാലി ചെയ്തിരിക്കുന്നു. പുത്രീ ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം അതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചുമേറ്റം മഹാപാപി താപം അവർക്കതിനാലെ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ. ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു പോകായികവരോടതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും യുദ്ധമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കപീന്ദ്രനും. രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ താമസഭാവം അകന്നു സസംഭ്രമം ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാനിത്തം മമാപരാധം ക്ഷമിക്കണമേ. ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിന്തിരുവടി നിർണയം. തൻ്റെ തെറ്റ് എന്താണെന്ന് ബാലിക്ക് സ്വയം ബോധ്യപ്പെട്ടു. അങ്ങനെ രാമന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റുപറയുകയാണ് ബാലി. അങ്ങനെ പാപവിമുക്തി നേടുകയാണ് ബാലി. ബാലിവധത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ താര എന്തെന്നില്ലാത്ത ദുഃഖത്തിൽ അകപ്പെട്ടു പോവുകയാണ്. മനസ്സുകൊണ്ട് രാമനെ ശപിച്ചു പോവുകയാണ് താര. ആ താരയെ രാമൻ പിന്നീട് ഉപദേശിക്കുകയാണ്. എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ
ബന്ധമില്ലേതും ഇതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ, ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം, സഞ്ചിതം ത്വങ്മാംസ രക്താസ്തി കൊണ്ടെടോ. നിശ്ചേഷ്ട കാഷ്ഠതുല്യം ദേഹമോർക്ക നീ, നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ. ഈ ശരീരത്തെക്കുറിച്ചുള്ള മോഹം അത് ദുഃഖത്തിന് കാരണമാണ്. ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒന്നാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. ആത്മാവിന് ജനനവും മരണവും ഒന്നുമില്ല. ആ ആത്മാവിനെ കുറിച്ച് ഓർമ്മിച്ച് പ്രാർത്ഥിച്ച് മനസ്സിനെ ശാന്തമാക്കണമെന്നുള്ള ഉപദേശമാണ് രാമൻ താരയ്ക്ക് കൊടുക്കുന്നത്. ഇല്ല ജനനം മരണവുമില്ല കേളല്ലലുണ്ടാകായി ഗതു നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ, ദുഃഖ വിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലീബ ഭേദങ്ങളുമില്ല, താപശീതാദിയുമില്ലെന്നറിക നീ. സർവകൻ ജീവനേകൻ പരനദ്വയൻ അവ്യയൻ ആകാശ തുല്യൻ അലേപകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വം എന്തെന്നോർത്തു ദുഃഖത്തിനു കാരണം. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ട കാഷ്ഠതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യമായതു ജീവനും. ദുഃഖ സുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവു ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനേ വിനിവർത്തിക്കയില്ലടോ. നാനാ വിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജ സ്വപ്നേ യഥാ തഥാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ. നൂനമനോദ്യ വിദ്യാബന്ധേതുനാ താനാമഹങ്കൃതിക്കാശു തൽക്കാര്യമായി. സംസാരമുണ്ടാമഭർത്ഥകമായതും സംസാരമോ രാഗരോഷാദിസങ്കുലം. മാനസം സംസാര കാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും. ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മന തൽകൃതബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും. ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തയായിനാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്നു. മുക്തയായാളൊരു നാരിയെന്നാകിലും വ്യഗ്രമെല്ലാം അകലെപ്പോയി തെളിഞ്ഞിതു സുഗ്രീവനും. ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതിസ്വസ്ഥനായാൻ തുലോം. താരയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകിയ ശേഷം ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ കിഷ്കിന്ധ ഭരിക്കാനായി നിയോഗിക്കുകയാണ്. അതിനുശേഷം സഹോദരനായ ലക്ഷ്മണന് ക്രിയാമാർഗോപദേശം നൽകുന്നു. രാമായണത്തിലെ വളരെ പ്രസക്തമായ ഒരു ഭാഗമാണ് ക്രിയാമാർഗോപദേശം. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിൽ ഓർക്കിൽ അവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളോരു വാത്സല്യം മുഴുക്കയാൽ. തന്നെ ഗൃഹ്യോക്ത മാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാര്യപൂർവം ആരാധിക്കമാമെടോ. ഹൃൽകമലത്തിങ്കലാകിലുമാം പുനർ
അഗ്നിഭഗവങ്കലാകിലുമാമെടോ മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതുരാൽ മൃലേപനാദിവിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണാ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയേ. ഈശ്വരനെ പൂജിക്കാൻ വിഗ്രഹങ്ങൾ വലിയ വിലയുടേത് വേണമെന്നൊന്നുമില്ല. നമ്മുടെ ഹൃദയ പത്മങ്ങളിൽ ഈശ്വരനെ ഇരുത്തിക്കൊണ്ട് ധ്യാനിക്കാം. ജലത്തിലാവാം, സൂര്യനിലാവാം, വായുവിലാവാം, സാളഗ്രാമം ഉണ്ടെങ്കിൽ അതിലുമാകാം. ഇന്ന വിധത്തിൽ വേണമെന്നില്ല. ഈശ്വരനിലുള്ള ഭക്തി അത് പൂർണ്ണമായി ഉണ്ടാവുകയാണെങ്കിൽ ഏത് രൂപത്തിലും ഏതു ഭാവത്തിലും ഈശ്വരനെ ധ്യാനിക്കാം. ആചാര്യനായതു ഞാൻ എന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്ക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്ക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ. നല്ല വാസനയുള്ള പുഷ്പങ്ങൾ കൊണ്ടാണ് ഭഗവാന് അർച്ചന ചെയ്യുന്നതെങ്കിൽ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സഫലമായി വരും. മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ. അഗ്നൗ യജിക്ക ഹവിസ്സുകൊണ്ടാദരാലർക്കനെ സ്തണ്ടിലത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരി എന്നാകിലും ഭക്തനായി ഉള്ളവൻ തന്നാൽ അതിപ്രിയം. രാമന്റെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ വലിയ വലിയ വഴിപാടുകൾക്ക് പിറകെ പോകാതിരിക്കുക. നമ്മുടെ ധനസമ്പത്ത് മുഴുവൻ പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാതിരിക്കുക. നിങ്ങളുടെ നിഷ്കളങ്കമായ ഭക്തിയോടെ ഭഗവാൻ എന്താണോ സമർപ്പിക്കുന്നത് അതൊരു തുള്ളി ജലമാണെങ്കിൽ പോലും അത് സന്തോഷത്തോടു കൂടി ഈശ്വരൻ സ്വീകരിക്കുമെന്ന് രാമായണം പറയുന്നു. ശ്രദ്ധയോടും കൂടെ വാരി എന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനിടോ. പിന്നെ പായസം പോലെയുള്ള വഴിപാടുകളൊക്കെ വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അത്രയും പ്രിയമാണ് ഭഗവാന് എന്നർത്ഥം. ഹൃൽകമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം പിന്നെ സ്വദേഹമഖിലം ത്വയാ വ്യാപ്തമെന്നുറയ്ക്കേണം ഇളക്കവും കൂടാതെ. ആവാഹയേൽ പ്രതിമാദിഷു മൽക്കലം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം. പാദ്യവും അർഘ്യം തഥാ മധുപർക്കമിത്യാദ്യൈ പുനഃസ്നാനവസ്ത്ര വിഭൂഷണൈ. എത്രയുണ്ടുള്ളത് ഉപചാരമെന്നാൽ അതത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ. ഗണപതി ഹോമം പോലെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എത്ര വലിയ ചാർത്താണ് നമ്മൾ തയ്യാറാക്കുന്നത്, എത്ര പണമാണ് അതിന് ചെലവഴിക്കുന്നത്. അത്രയൊന്നും നിങ്ങൾ ചെലവഴിക്കേണ്ട. നല്ല ഭക്തിയോടെ ചെറിയ രീതിയിലായാലും അത് ഭഗവാന് പ്രിയം തന്നെയാണ്. എത്രയുണ്ടുള്ളത് ഉപചാരമെന്നാൽ അതത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ. ആഗമോക്ത പ്രകാരേണ നീരാജനൈർ ധൂപദീപൈർ നിവേദ്യൈർ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യമായി അർപ്പിച്ചുകൊള്ളുവിൽ ശ്രദ്ധയാ ഞാനും പൂജിക്കുമറിക നീ. എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടുന്നത് അതിനെക്കുറിച്ച് വിസ്തരിച്ച് ലക്ഷ്മണന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിയാണ് ഏറ്റവും പ്രധാനം. അകമണിഞ്ഞ ഭക്തിയോടുകൂടി നമ്മൾ ഉള്ളത് ഭഗവാന് സമർപ്പിച്ചാൽ അതിൽ ഭഗവാൻ പ്രസന്നനായിരിക്കും എന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനമങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു. പവനജനഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം കേൾക്ക കപീന്ദ്ര നിനക്കുഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നതു സാദരം. നിന്നുടെ കാര്യം വരുത്തി രഘൂത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ
പിന്നെ നീയോ നിരൂപിച്ചില്ലേതുമേ തന്നെ മാനസേ തോന്നുന്നിതിന്നഹോ. ബാലി മഹാബലവാൻ കപിപുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തിതു. രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയുമായിരുന്നിടു നീ. എത്ര നാളുണ്ടിരിപ്പിനിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. അദ്യവാശ്വവാ പരശോധവാ തവ മൃത്യുഭവിക്കും അതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പൂരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ നിജസോദരൻ തന്നോടു പൂർവീശ്വരൻ പരിതാപേന വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ. വാനരഭാവേന മാനിനീസക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം. രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനിയും നിർണയം. ശ്രീരാമൻ സീതയെ കാണാഞ്ഞ് അങ്ങേയറ്റം ദുഃഖത്തോടുകൂടി ഇരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് യാതൊരു നിശ്ചയവുമില്ല. വാക്ക് നൽകിയ സുഗ്രീവനാവട്ടെ എല്ലാം മറന്നുകൊണ്ട് കഴിയുകയാണ്. രാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധൗ താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ. പാപമയ്യോ മമ കാൺക കുമാരനീ. ജാനകീ ദേവി മരിച്ചിതോ കുത്രച്ചിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ. നിശ്ചയിച്ചേതുമറിഞ്ഞതുമില്ലല്ലോ കശ്ചിൽ പുരുഷനെന്നോടു സംപ്രീതനായി. ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിയിടുകിൽ കേവലമെത്രയും ഇഷ്ടൻ അവൻ മമ. എങ്ങാനുമുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം. ജാനകീ ദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ. വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയം. ഏതും അതിനില്ല നിർണയം. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നു വല്ലഭേ. ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനുമാദിത്യനെ പോലെയായിതു. ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദമന്ദം തലോടിത്തതാ വന്നു തടവീടുകെന്നെയും സാദരം. നിന്നുടെ ഗോത്രജയല്ലോ ജനകജ. സുഗ്രീവനും ദയാഹീനനത്രേ തുലോം ദുഃഖിതനാം എന്നെയും മറന്നാനല്ലോ. നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടെ ദിവാനിശം. മദ്യപാനാസക്ത ചിത്തനാം കാമുകൻ വ്യക്തം കൃതഘ്നനത്രേ സുമിത്രാത്മജ. വന്നു ശരൽക്കാലമെന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞ വണ്ണം സഖേ. അന്വേഷണം ചെയ്തു സീതാധിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ. പൂർവോപകാരിയാം എന്നെ മറക്കയാൽ പൂർവനവൻ കൃതഘ്നന്മാരിൽ നിർണയം. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്ക നീ. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ. അഗ്രജമാർഗം ഭ്രമിക്കേണമെന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം. ഇത്തമരുൾ ചെയ്ത രാഘവനോടതിക്രുദ്ധനായോരു സൗമിത്രി ചൊല്ലിടിനാൻ. വധ്യനായോരു സുഗ്രീവനെ സത്വരം ഹത്വാ വിടകൊള്ളുവനദ്യ തവാന്തികം. ആജ്ഞാപയാശുമാമെന്നു പറഞ്ഞിതു പ്രാജ്ഞനായോരു സുമിത്രാതനയനും. ആദായ ചാപതൂണീര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധുമത്യദ്ഭുതം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ. പിന്നെയും ഉണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു. ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി കിന്തു ഭയപ്പെടുത്തിയിടുകെന്നേ വരൂ. ബാലിയെപ്പോലെ നിനക്കും വിരവോടു
കാലപുരത്തിനു പോകാമറിക നീ യുദ്ധമവനോടു ചെന്നു ചൊന്നാലതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാലതിനനുരൂപമാം ആകൂതമൂർത്തു കർത്തവ്യമനന്തരം. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ. ഭക്ത്യാ കുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തു ഭാഗേ നിന്നരുളുവാൻ അന്തഃപുരത്തിലാം മാറെഴുന്നള്ളണം. രാജതാരങ്ങളെയും നഗരാഭയും രാജാവു സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം. നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. യുദ്ധം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു. യൂഥവന്മാർ മറുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടു കണ്ടാനന്ദമുൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു. താരേശതുല്യമുഖിയായ മാനിനി താരാ ജഗന്മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായിതെന്നറിഞ്ഞില്ലയോ. ഭക്തനായത്രയും ഉത്തമനായി തവ ഭൃത്യനായോരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതി. ചാബല്യമേറുമിജാതികൾ കോർക്കണം. എന്നോട് ഇത്രമാത്രം ദേഷ്യം പാടില്ല എന്ന് സുഗ്രീവൻ പറയാണ്. ആരോട്? ലക്ഷ്മണനോട്. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖം അനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശു ഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായിക വേണം ദയാനിധേ ഭക്തപരായണ. നാനാദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതു 10 ദിക്കിനും കപികുല പ്രൗഢരും വന്നു നിറഞ്ഞതു കാൺകിവിടെ പുനരുന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നക്തഞ്ചരകുലമൊക്കെയൊടുക്കുവാൻ ശക്തരത്രേ കപിസത്തമന്മാരെല്ലാം. പുത്രകളത്ര മിത്രാൻവിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവപാദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം മിത്രസ്ഥനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്ദിച്ചു. മത്തനായി വിഹ്വലീദേക്ഷണനാം കവിസത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോടു ചൊല്ലിനാൻ. നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നു മറിക നീ. അഗ്രജമാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. യുദ്ധമരുൾ ചെയ്വതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്കിൽ കപിസത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ. രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നിതു താമസമെന്നിയേ വാനരപുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയല്ലേതും വിസ്മയമാറു കണ്ടീലയോ ഭവൻ. വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരനെ ശ്രീരാമകാര്യം അശേഷേണ സാധിക്കും ആമയവെന്നിയേ വാനരനായകൻ. മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയും മാരൂഢലജ്ജനായി നിൽക്കും ദശാന്തരേ. സുഗ്രീവൻ അർഘ്യപാദ്യാദ്യേന പൂജ ചെയ്തഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹമാഹന്തരാഘവ കാരുണ്യലേശേന രക്ഷിതനദ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാർദ്ധമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ
ശ്രീരാമചന്ദ്ര ജയ.